കൊല്ലം കൊട്ടിയം ജംഗ്ഷനിൽ 6 വരിപ്പാതയുടെ ഫ്ലൈ ഓവറിന് താഴെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോലീസ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രൈവറ്റ് ബസ്സുകളും ഓട്ടോകളും അതുപോലെ തന്നെ ടാക്സികളും അതുപോലെ ധാരാളം ബൈക്കുകളും ഒക്കെ ഈ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പാർക്ക് ചെയ്യുന്നുണ്ട്. വലിയ തിരക്കുള്ള ജംഗ്ഷൻ ആയതിനാൽ ഇവിടുത്തെ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ വിശാലമായിരുന്ന കൊട്ടിയം ടൗൺ 6 വരിപ്പാത വന്നതോടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. സർവീസ് റോഡിൽ ബൈക്കുകൾ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. കൊട്ടിയത്ത് ബസ്സുകൾ ഹാൾട്ട് ചെയ്യുന്ന സ്ഥലമായതിനാൽ വിശാലമായ ബസ് ബേ നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും വേറെ സ്ഥലം കണ്ടെത്തി മാറ്റി സ്ഥാപിച്ചാൽ ഈ ഫ്ലൈ ഓവറിന് താഴെ കുറച്ച് സ്ഥലത്തെങ്കിലും ടൗണിൽ കടകളിൽ വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ കഴിയും. എങ്കിൽ മാത്രമേ ഇവിടുത്തെ കടകളിൽ കച്ചവടം നടക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഹൈവേയോട് ചേർന്നുള്ള കടകളിൽ കച്ചവടം വളരെ ബുദ്ധിമുട്ടാണ്. പാർക്കിങ്ങിന് സ്ഥലം കണ്ടെത്തിയാൽ മാത്രമേ കൊട്ടിയം ജംഗ്ഷൻ ഭാവിയിൽ വളർച്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഫ്ലൈ ഓവർ 1 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ചിരുന്നെങ്കിൽ പാർക്കിങ്ങിനായി അധികം സ്ഥലം കണ്ടെത്താതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നേനായിരുന്നു. കഴക്കൂട്ടം പോലുള്ള ജംഗ്ഷൻ നമുക്ക് മുന്നിൽ മാതൃകയാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് അല്പം വിവേകം കാണിച്ചത്. അവിടെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഫ്ലൈ ഓവറിന് താഴെ ഇപ്പോൾ പരിമിതമായ സ്ഥലമേ ഉള്ളൂ. അവിടെ ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ പ്രയാസമുണ്ടാക്കും. വളരെ വേഗത്തിൽ തന്നെ ബസ് ബേ നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി ബസ് ബേ ഇവിടുന്ന് മാറ്റുകയും അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡുകളും ഒക്കെ പുനഃസ്ഥാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവറിന് താഴെ ഭാവിയിൽ അപകടങ്ങളും അതുപോലെ തന്നെ വലിയ കഞ്ചഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. KSRTCയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ധാരാളം ഇവിടെ നിന്നാണ് കൊട്ടിയത്ത് നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു ബസ് ബേ നിർമ്മിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് വളരെ ആശ്ചര്യമുള്ള ഒരു കാര്യമാണ്. ഈ സ്ഥലത്തെ MLAയും MP യും ഒക്കെ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടതാണ്.